ഏതെങ്കിലും സ്റ്റേജുകൾ നിങ്ങൾ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ? ദുരന്തത്തെ ന്യായീകരിക്കണോ? പരിപാടി തുടങ്ങുന്നേക്കാൾ 1 മിനിറ്റ് മുമ്പ് പറയുകയാണ് ഇത് പെർമിഷൻ ഇല്ലാത്ത സ്റ്റേജാണ്, ഇതിലേക്ക് ആരും കയറരുതെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞൊന്നുമില്ലല്ലോ. അതിൽ ഒരു ഏകദേശം 50 പേര് വരുന്ന ഡാൻസ് ടീം ഫുൾ റിഹേഴ്സൽ കഴിഞ്ഞതാണ് ആ സ്റ്റേജ് 50 പേരും ഡാൻസ് കളിച്ച് ചാടി കളിച്ച്. കാരണം നിങ്ങൾ കാണാത്തൊരു വിഷ്വലുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഈ 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മുഴുവൻ റിഹേഴ്സൽ ആ സ്റ്റേജും കഴിഞ്ഞതാണ്. ഈ പരിപാടി കഴിയുമ്പോൾ ഓരോരോ സെലിബ്രിറ്റി വെച്ചിട്ടുള്ള ഡാൻസുകൾ അതിലുണ്ട്. എന്തായാലും ആ അമ്മയ്ക്ക് പറ്റിയിട്ടുള്ള അപകടം അത് ഞങ്ങൾക്ക് ആരെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. പവർഫുൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പറച്ചിലിൻ്റെ ലെവൽ മാറും. ഇത്രയും വർഷമായിട്ട് എൻ്റെ പേരിൽ ഈവൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസും എൻ്റെ പേരിൽ. ഇനി ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഉണ്ടാവേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അത് കൃത്യമായി പ്രിക്കോഷൻസ് എടുക്കണം. ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഭേദിക്കാൻ എറണാകുളം സ്റ്റേഡിയത്തിൽ നടന്ന പ്രോഗ്രാം വൻ ദുരന്തമായത് ഉമാ തോമസിൻ്റെ വീഴ്ചയോടെയാണ്. അവരിപ്പോൾ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ പോലീസ് കേസെടുത്ത ഓസ്കാർ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉടമ ജനീഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. അതായത് താങ്കളെപ്പോലുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പാവം MLA മുകളിൽ നിന്ന് 15 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്താൻ പാടുണ്ടോ? ജനങ്ങളെയൊക്കെ കൊന്നുകൊണ്ട്. അല്ല, ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടിയും ഓർഗനൈസ് ചെയ്യുന്നില്ലല്ലോ. നമ്മളൊരു സംഘാടകർ ഒരു ഇത് പ്ലാൻ ചെയ്യുന്നു, ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് പ്ലാൻ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആ വരുന്ന ആളുകൾക്ക് ഈ ഗിന്നസ് കിട്ടിയാൽ കയറാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ഉണ്ടാക്കുന്നു, അതിനൊരു സബ് സ്റ്റേജ് ഉണ്ടാക്കുന്നു. ആ സബ് സ്റ്റേജിൽ നിന്നാൽ അവർക്ക് ഈ ഗിന്നസ് കിട്ടിയതിന് ശേഷമുള്ള ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയുള്ള സബ് സ്റ്റേജും ഏകദേശം ഒരു 50 അടി ബൈ 20 അടി വലുപ്പമുള്ളൊരു സ്റ്റേജ്. സബ് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ 50 ബൈ 8 അടി വീതിയുള്ള സബ് സ്റ്റേജാണ്. അപ്പോൾ അങ്ങനൊരു ഇതുണ്ടാക്കി. പിന്നെ ഈ സ്റ്റേജിലത്തെ പരിപാടി എന്ന് പറയുന്നത് പോലും ശരിക്കും ഇതിലത്തെ ഒരു മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഏറ്റവും ലാസ്റ്റ് ഈവൻ ഈ പരിപാടിയിൽ ഇന്ന സംഘാടകരായിട്ട് അവരെ VIP കൊണ്ടുവരുന്നു എന്ന് പറയുന്ന കാര്യം പോലും ഞാൻ അറിയുന്നത് ഉച്ചയ്ക്ക് MC-യുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ്. MC പറയുന്ന കോമ്പയർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന MC-ക്ക് വേണ്ടി ഞങ്ങൾ ക്യൂ ഉണ്ടാക്കുന്ന സമയത്ത് ആണ് ഇത്രയും VIP വരുന്നു എന്നുള്ളതിനെ അറിയുന്നത്. ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ 12,000 പേര് പങ്കെടുക്കുന്ന ഒരു ഗിന്നസ് അറ്റംപ്റ്റ് ആണ്. അത് അതിന് വേണ്ടി വരുന്ന ആളുകൾ 12,000 കുട്ടികൾ വരും. ചെറിയ കുട്ടികളുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളോട്. പുറമെ പാരൻസ് വരാം, ആ പാരൻസിന് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴാണ് ഈ കല്ലൂർ സ്റ്റേഡിയം പോലത്തെ ഒരു സ്റ്റേഡിയത്തിലേക്ക് മാറാൻ തന്നെ കാരണം. ഇത്രയും പേരും അവരുടെ പാരൻസ് എന്തായാലും ചെറിയ കുട്ടികളായതുകൊണ്ട് പാരൻസ് ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്റ്റേഡിയത്തിലേക്ക് തന്നെ പോയത്. കാരണം സ്റ്റേഡിയം എടുക്കാനുള്ള റെൻറ്റും അതിൻ്റെ പ്രൊസീഡിങ്സും ഭയങ്കര വലുതായതുകൊണ്ട് അവർ പക്ഷേ അതിൻ്റെ പിന്നാലെ പോയി അത് സംഘടിപ്പിച്ച് വന്നപ്പോൾ അതിൽ കൃത്യമായി ഞങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി എവിടെയാണ് വരിക? സ്റ്റേജിൽ ഇരിക്കുന്ന 7 പേർക്കല്ല കാഷ്വാലിറ്റി. നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ 12,000 കുട്ടികൾ ഉള്ളിലേക്ക് വരുന്നു, 25,000-നും മേലുള്ള പാരൻസ് വരുന്നു. ഇവർക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ കുട്ടികളെ മിസ്സാവാതെ അവർക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഗിന്നസ്. അതിനുള്ള ഒരുക്കങ്ങൾ കൃത്യമായി ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടി ആരും ഒരു സെറ്റപ്പും ചെയ്യില്ല. ഒരു എന്താ പറയുക, ക്രൂവൽ ഇതോട് കൂടിയിട്ട് കുറേ പേർക്ക് അപകടം ഉണ്ടാവാൻ വേണ്ടി ആരെങ്കിലും ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ അവിടെ നമുക്ക് പ്രഥമദൃഷ്ട്യാ തന്നെ കാണാൻ ഒരു നാട കെട്ടിയിരിക്കുന്നു വലിയൊരു സ്റ്റേജിന് മുകളിൽ, പൊക്കത്തുള്ള സ്റ്റേജിന് മുകളിൽ. അത് കാല് തെറ്റിയാൽ 14-15 അടി താഴേക്കാണ് പതിച്ചാൽ ജീവൻ ഉണ്ടാവില്ല. ഇതിപ്പം ജീവൻ ഉണ്ടായത് മഹാഭാഗ്യം, അവർക്കൊരു ദൈവാധീനം ഉള്ളത് കൊണ്ടായിരിക്കാൻ രക്ഷപ്പെട്ടത്. ഏത് കൊച്ചു കുട്ടികൾക്ക് അവർ വീഴുന്ന് കണ്ടറിഞ്ഞൂടെ? ആ നാടയിൽ പിടിക്കുമ്പോൾ ഒരു ബലമുള്ള ഒന്നുമല്ല, ഒരു സ്റ്റേജിന് വേണ്ടതായ ഒരു ഒന്നും സജ്ജീകരിക്കാതെയാണ് ആ സ്റ്റേജ് കെട്ടിയത് എന്നുള്ളത്. ഏതെങ്കിലും ഞാൻ ഇതുവരെ ഒരു കൗണ്ടറിന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും സ്റ്റേജുകൾ നിങ്ങൾ പുറത്ത്, അതായത് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റേജ് നിങ്ങൾ ഇപ്പോൾ ഇത്ര മീഡിയ നിൽക്കുന്നു, ഇത് കോൺട്രവേഴ്സി ഒക്കെ കഴിഞ്ഞു, അപ്പുറത്ത് നിൽക്കുന്ന മീഡിയയ്ക്ക് വേണ്ടി പ്ലാറ്റ്ഫോം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 32/16 2 സ്റ്റേജുകൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടും. ഇതിനും ബാരിക്കേഡ് ഇല്ലല്ലോ.
അത് കൃത്യമായി എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ, താഴെ ഇരിക്കുന്ന ആളുകൾക്ക് VIP കാണാനും VIP പരിപാടി കാണാനും വേണ്ടിയിട്ടാണ് ഫ്രണ്ട് എല്ലായ്പ്പോഴും ഒഴിച്ചിടുക. ഇരിക്കുന്ന ഒരു 4 അടി ഹൈറ്റിലുള്ള ഒരു ബാരിക്കേഡ് വന്നാൽ ഈ ഇരിക്കുന്ന ആളുകളും ഫേസ് മുഴുവൻ കവറായി പോകും. ഞാൻ ഇതുവരെ, അതായത് ഗാലറി ആയിട്ട് പരിപാടി കാണാൻ നിൽക്കുന്ന സ്ഥലത്തല്ലാതെ ഞാനൊരു സ്ഥലത്തും സ്റ്റേജിൽ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ച് കണ്ടിട്ടില്ല. അതായത് 14 അടി ഉയരത്തിൽ ഒരു നിമിഷം ഒന്ന് കാല് തെറ്റിയാൽ താഴേക്ക് പതിക്കുമെന്നുള്ള ഒരവസ്ഥയിൽ അവർക്ക് കൃത്യമായി പിടിക്കാനുള്ള, അതിനുള്ള മുന്നിൽ സ്ഥലമില്ല, തീരെ സ്ഥലമില്ല, മുന്നിലേക്കൊന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ല. ആ സ്ഥലത്ത് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ വീഴുമെന്നുള്ള തെളിവല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൽ 2 കാര്യമുള്ളത്. ആ ദുരന്തത്തെ ന്യായീകരിക്കണോ? ഒരിക്കലും ന്യായീകരിക്കുകയല്ല. നമ്മൾ ആ സ്റ്റേജിനെ ഒരിക്കലും VIP ഇരിക്കാനുള്ള സ്റ്റേജായിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയത് കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിലവിളക്ക് താഴെ കത്തിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ ഗസ്റ്റുകളും താഴെ വന്ന് നിലവിളക്ക് കത്തിച്ച് ഈ പരിപാടി തുടങ്ങുമ്പോൾ മെയിൻ സ്റ്റേജിലേക്ക് കയറണം. അപ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഇവരുടെ പ്ലാൻ പ്രകാരം കുറേ ആർട്ടിസ്റ്റുകളെ നിർത്തിയിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റുകൾ ഫ്രണ്ടിൽ വന്ന് കേരള സ്റ്റൈലിൽ നിൽക്കാൻ വേണ്ടി ബാക്ക് സ്റ്റേജും നിലവിളക്ക് ദിവ്യോണിയുടെ അടുത്ത് കത്തിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഇത് പറ്റില്ല എന്ന് പറയുന്ന GCDAയുടെ ഭാഗത്തുനിന്ന് മറ്റേ ഗ്രൗണ്ട് എടുത്തിട്ടുള്ള സെക്യൂരിറ്റി വിങ്ങാണ് പറയുന്നത്. അപ്പോൾ അത്രയും പോലും നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു നിലവിളക്ക് പോലും അവിടെ വെക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഉള്ള ആളുകൾ അവിടെ ഇത്രയും വലിയ സ്റ്റേജ് അടിച്ചത് ഒന്നും ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് അവർ പറഞ്ഞത് അവർ സുരക്ഷാ പരിശോധനയ്ക്ക് വന്നപ്പോൾ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല, പിന്നീട് വന്ന് സ്റ്റേജ് കെട്ടിയതാണ് രാത്രി. ഒരു സുരക്ഷാ സന്നാഹവും ഇല്ലാതെ സ്റ്റേജ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, അവിടെയാണ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. കാരണം ആരെങ്കിലും എത്തിക്ക് തട്ടുന്ന ആ ഇഗ്നോറൻസ് അവിടെയാണ്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിലവിളക്ക് വെക്കാൻ പെർമിഷൻ തരില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇത്രയും വലുപ്പമുള്ള സ്റ്റേജും ഇത്രയും വലുപ്പമുള്ള സൗണ്ടും ലൈറ്റ് ഡ്രസ്സും LED ബോളും അടക്കം എല്ലാ സംവിധാനവും ഒരുക്കിയിട്ട് അവർ കണ്ടില്ല എന്ന് പറയുമ്പോൾ ആ കണ്ടില്ല എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു തെറ്റ്. ചന്ദ്രൻപിള്ള പറഞ്ഞത് ഞങ്ങൾ സ്റ്റേഡിയം കൊടുത്തു, അതിനുള്ള എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം എന്ന് ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ പാലിക്കേണ്ടത് ഏറ്റെടുത്ത ആളുകളാണ്, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അവർ ഗൈഡ് ലൈൻ ഞാൻ കണ്ടിട്ടില്ല. ഗൈഡ് ലൈൻ കാരണം എന്താ വെച്ചാൽ ആ പെർമിഷൻ പോയ ആൾ ഞാനല്ല. കൃത്യമായൊരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ ഗൈഡ് ലൈൻ സൂപ്പർവിഷൻ ചെയ്യേണ്ടത് ആരാണ്? വേണ്ട, ആ പരിപാടി തുടങ്ങുന്നേക്കാൾ 1 മിനിറ്റ് മുമ്പ് പറയുകയാണ് ഇത് പെർമിഷൻ ഇല്ലാത്ത സ്റ്റേജാണ്, ഇതിലേക്ക് ആരും കയറരുതെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞൊന്നുമില്ലല്ലോ. ഇത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? ഞങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒരു ഇവൻറ്റ് മാനേജർ ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഞങ്ങളോട് പറഞ്ഞ പ്രകാരം സ്റ്റേജിൻ്റെ മേലെ ഇന്ന സ്റ്റേജ് വേണമെന്ന് ക്ലൈൻറ്റ് ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ചെയ്യാനേ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്റ്റേജിൽ MLAനെ കയറ്റരുത്, MLAക്ക് അല്ലെങ്കിൽ മിനിസ്റ്ററെ കയറ്റരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്ത് റൈറ്റ്സാണ് ഉള്ളത്? പക്ഷേ അവർ തന്ന നോംസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്തത് കൊണ്ടല്ലേ താങ്കൾക്കെതിരെ അടക്കം കേസ്? അല്ല, അതാ പറഞ്ഞ ആ നോംസ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല, സംഘാടകർ കണ്ടിട്ടില്ല. താങ്കളുടെ ഉത്തരവാദിത്തം എന്താണ്? താങ്കൾക്കെതിരെ എന്തിനാണ് കേസ് എടുത്തത്? അതാണ് എനിക്കും അറിയാത്തത്. അതായത് ഒരു പണി നടന്നപ്പോൾ ഒരു ഇവൻറ്റ് മാനേജർ എന്ന നിലയ്ക്ക് അതിലുള്ള എല്ലാവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൽ ഭാഗമാണ് നമ്മൾക്ക്. പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് PPR മറ്റേ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ്റെ ഒരു സ്റ്റാഫിനെ അവർ സസ്പെൻഡ് ചെയ്തത്? ഇതേപോലെ അവിടെ നിൽക്കുന്ന ഓരോ സെക്യൂരിറ്റിക്കാരനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ആളുകൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഫയർഫോഴ്സിനും എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമില്ലേ? അപ്പോൾ അത് കുറച്ച് പേരിലേക്ക് മാത്രമായി, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് മാറുമ്പോൾ നാളെയും ഇത് സംഭവിക്കും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന് കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടാവണം. ഇത് ഒരു പബ്ലിക് ഇവൻ്റ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കൃത്യമായി പാലിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഇപ്പോൾ അങ്ങനെ ഒരു പാലിക്കേണ്ട മാനദണ്ഡങ്ങളുടെ ഒരു അതോറിറ്റി ഇല്ലേ? ഉണ്ടെന്ന് ചോദിച്ചാൽ കോർപ്പറേഷനാണ് ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി. PPR ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ടത് കോർപ്പറേഷനാണ്. ഈ PPR ലൈസൻസ് കിട്ടണമെങ്കിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു ലിസ്റ്റ് ഓഫ് ആ ലിസ്റ്റ് ഓഫ് ഒരു 15-18 ഇനം ഐറ്റംസ് ഉണ്ടെങ്കിൽ PPR കിട്ടുള്ളൂ. പക്ഷേ PPR ലൈസൻസ് ആവശ്യമാണ് എന്നുള്ള കാര്യം പോലും പലപ്പോഴും പല സംഘാടകർക്കും അറിയില്ല. നമ്മളത് ഈ വിഷയത്തിലല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ കൃത്യമായി ഇത് ഗ്രൗണ്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായി PPR എടുക്കണമെന്നും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എടുത്താലാണ് ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് ഓഫ് പെർമിഷൻ കിട്ടുള്ളൂ എന്നോ അല്ലെങ്കിൽ പോലീസിലേക്ക് പോകുമ്പോൾ
പെർമിഷൻ കഴിഞ്ഞാൽ സൗണ്ട് ഇതിൽ കുറച്ച് ടെക്നിക്കാലിറ്റികളുണ്ട്. ഒന്ന് കിട്ടിയാലേ വേറെ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കിട്ടേണ്ട പേപ്പർ ഏതാണ്? ഇപ്പോൾ സൗണ്ട് പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് PPR പോകാൻ പറ്റുള്ളൂ. സൗണ്ട് പെർമിഷൻ കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ഫയർഫോഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്നത് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നതായിരിക്കും സൗണ്ട് പെർമിഷൻ. അപ്പോൾ ഇതൊക്കെ കൂടി കിട്ടിയിട്ടല്ലേ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം കിട്ടേണ്ടത് ആദ്യം കിട്ടിയിട്ട് വരണം. അപ്പോൾ അതിനൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി ഈ പറയുന്ന ഒരു ഫോളോ അപ്പ് നമുക്ക് നടത്തി കൃത്യമായി അതിനൊരു ലൈസൻസ് സംവിധാനം ഉണ്ടാവും. കൃത്യമായി ഇതൊക്കെ എവിടെയൊക്കെ ഇവൻ്റ് നടക്കണു എന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാൻ കഴിയും. ഒരു നേരത്തെ പലപ്പോഴും പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അറിയാതെ താങ്കളുടെ അതായത് ഓസ്കാർ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? താങ്കളാണല്ലോ അതിന് പ്രതികരിക്കുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട സംവിധാനം, ബാരിക്കേഡിങ്, അതായത് കുട്ടികൾ വരുന്ന സ്ഥലത്തുള്ള ബാരിക്കേഡ് ചെയ്യണം. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അവിടേക്കുള്ള കുട്ടികൾ കടന്നു പോകാനുള്ള ക്യൂ സെറ്റ് ചെയ്യണം. അതിലേക്കുള്ള സൗണ്ട്, ലൈറ്റ്, ജനറേറ്റർ, മറ്റേ അതിൻ്റെ ഇൻസ്പെക്ഷൻ, പിന്നെ സ്റ്റേജിലേക്ക് വരുന്ന നിലവിളക്ക്, അതിലിരിക്കാനുള്ള ചെയർ, അങ്ങനെ കൃത്യമായി നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. കൊടുത്ത കൊട്ടേഷനിൽ ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് പോലും അവരോ ഞങ്ങളോ എഴുതിയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഇന്ന കാര്യങ്ങൾ, അതായത് ഫ്രണ്ടിൽ ഇത്രയും ഹൈറ്റുള്ള സ്റ്റീൽ ബാരിക്കേഡ് വേണമെന്നോ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കൊട്ടേഷനിലും ഇല്ല. കാരണം നോർമൽ സിനാരിയോയിൽ അത് വരാറില്ല. ഈ സബ് സ്റ്റേജ് പോലും വരുന്നത് 2 ദിവസം മുന്നെയാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ കൊട്ടേഷൻ നോക്കിയാൽ അറിയാം. മെയിൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ മെയിൻ സ്റ്റേജ് മാത്രമാണ് നമ്മുടെ ക്രൈറ്റീരിയ. അതിൻ്റെ താഴെയുള്ള സ്ഥലത്ത് നിലത്തിരുന്നാൽ ആളുകൾക്ക് വിസിബിൾ അല്ല. പിന്നീടാണ് പറയുന്നത് ഇത്ര പേർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. ആ ഗോൾഡ് കോയിൻ കൊടുക്കാൻ അപ്പോൾ അവർക്കൊരു സ്റ്റേജ്. അപ്പോൾ നമ്മളോട് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താ? അങ്ങനെയാണെങ്കിൽ ഒരു സബ് സ്റ്റേജ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് അവർ പറഞ്ഞു, അവർ ഓക്കെ പറഞ്ഞു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓക്കെ ഞങ്ങൾ റെസ്പോൺസിബിൾ ആവാം. എവിടെയാണ്? ഞാൻ ചെയ്തൊരു കാര്യം വീണു, സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, സൗണ്ട് വെച്ചത് തലയിൽ വീണു, അല്ലെങ്കിൽ LED ബോൾ വെച്ചത് തലയിൽ വീണു, അല്ലെങ്കിൽ വർക്ക് ചെയ്തില്ല. ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കുന്നു. ഞങ്ങൾ മേടിക്കുന്നത് 10% സർവീസ് ചാർജാണ്. ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഇതൊന്നും നമ്മുടെ സ്വന്തമായിരിക്കില്ല. നമ്മൾ എടുക്കുന്ന ഒരു കോൺട്രാക്ടർ, ഒരു ആർക്കിടെക്റ്റിൻ്റെയോ ഒരു എഞ്ചിനീയറുടെ റോളാണ് ഒരു ഇവൻറ്റ് മാനേജർക്ക് ഒരു ഇൻഡസ്ട്രിയിലുള്ളത്. താങ്കൾ ഗ്രൗണ്ടിലുള്ള നർത്തകികളുമായി ബന്ധപ്പെട്ട 12,500ഓളം വരുന്ന നർത്തകികളെ കൺട്രോൾ ചെയ്യുന്ന, കൃത്യമായി നടത്തിക്കുന്ന സംവിധാനമാണ് താങ്കൾക്കുണ്ടായിരുന്നത്. അതെ. താങ്കൾക്ക് സ്റ്റേജുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, സ്റ്റേജുമായിട്ട് ബന്ധമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേജിൽ നടക്കുന്ന ആക്ടിവിറ്റികൾ, അതിൽ ഡാൻസ്, പക്ഷേ നിർമ്മാണവുമായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ കൊട്ടേഷൻ എൻ്റെ ഇതിലാണ് വരുന്നത്. ഞാൻ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള ബെന്നി എന്ന് പറയുന്ന താങ്കൾക്കല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിപ്പോൾ പ്രതിയായിട്ടിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ആ സ്റ്റേജ് കെട്ടിയതിൻ്റെ ബലം നോക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്. തീർച്ചയായിട്ടും അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴരുത് എന്നുള്ളത് എൻ്റെ കൺസേൺ ആയിരിക്കും, എൻ്റെ ഉത്തരവാദിത്തമായിട്ടും വരും. അതിൻ്റെ അപ്പുറത്തേക്ക് അതും സ്റ്റേജ് കെട്ടി ഏറ്റവും ലാസ്റ്റാണ് നമ്മളെ ക്യൂ മാനേജർ കൊണ്ട് വെക്കുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റേജ് കണ്ടാൽ പോലും അറിയാം. 8 അടി ബൈ 56 അടി വലിപ്പമുള്ള ഒരു സ്ഥലത്ത് 7 പേർക്ക് ഇരിക്കാൻ മോർ ദാൻ ഇനഫാണ് സ്പേസ്. അതിൽ പിന്നീട് ആ സ്പേസ് വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ 7 പേർക്കാണ് ഇരിക്കാൻ അവർ നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഇതിൽ ഒരു 50 പേരുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് പറയും സാർ അതിൽ 50 പേര് കയറില്ല, കൊള്ളരുത്, അതിൽ കയറരുത് നമുക്ക് പറയാൻ പറ്റും. 7 പേർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് ഇപ്പോൾ സബ് സ്റ്റേജാണ് ഫോട്ടോ എടുക്കാണ്ടെന്ന് പറഞ്ഞാൽ പോലെ 7 പേർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വേറെ തെറ്റ് കണ്ടിട്ടില്ലാന്ന്. തെറ്റുണ്ടെങ്കിൽ പോലും 50 പേര് കയറിയാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും 50 പേർക്ക് കയറാനുള്ള സ്റ്റേജ് ബലമില്ല എന്ന് പറയാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? കയറരുത്, ബലമായിട്ട് മാറ്റിയെടുത്താൻ പറ്റില്ല, കാരണം ഒരു നിങ്ങൾക്ക് കാശ് തന്നിട്ടുള്ളതല്ലേ ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല. അത് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ഒരു ജനപ്രതിനിധി സ്റ്റേജിൽ കയറുന്നു, MP കയറുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ കയറുന്നു, എല്ലാവരും കയറുന്നു. ഈ കയറുന്ന ആളുകൾക്ക് കയറുമ്പോൾ തോന്നുകയാണ് ഇതിലൊരു സെക്യൂരിറ്റി, കാരണം വലിയ സ്റ്റേജ് ബാക്കിൽ കിടക്കുന്നുണ്ട്. അവർക്ക് അപ്പോൾ പറയാണ് ഇത് സേഫ്റ്റി അല്ല, നമുക്ക് ബാക്കിലത്തെ സ്റ്റേജിൽ ഇരിക്കാം എന്നാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇതുണ്ടാവും. പക്ഷെ അവരല്ലല്ലോ പറയേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടതും. അങ്ങനെയല്ല, സേഫ്റ്റി മെഷർ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു വഞ്ചിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ പലകിട്ടിട്ടുണ്ട്. ആ പലകിട്ട് നടക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് പറയും? സോറി ട്ടോ, എനിക്ക് ഇതിൽ കൂടെ കിടക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒരു മനുഷ്യൻ പറയും. അപ്പോൾ അതിൽ ആ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അവർക്ക് അപ്പോൾ തോന്നിയിട്ടില്ല ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് വയ്ക്കുക. ഈ സേഫ്റ്റിയുടെ പ്രോബ്ലം അവിടെ ഇല്ല.
അതായത് ഉമാ തോമസ് വീണിട്ടില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ചർച്ചയില്ല. അപ്പോൾ വെറും ചർച്ച എന്താണ്? 12,500 പേർ പങ്കെടുത്ത ഗിന്നസ് റെക്കോർഡ് ഭേദിച്ച നൃത്ത പരിപാടി എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അത് ഫ്രണ്ട് പേജ് പത്രങ്ങളിൽ ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിക്ക് വരാം. ഉമാ തോമസ് എന്ന് പറയുന്ന അവർ വീഴുന്ന രംഗം കൃത്യമായിട്ട് ലോകം മുഴുവൻ കാണുന്നു. അതിനാണ് പ്രാധാന്യം വന്നത്. കാരണം ഒരു ജീവനാണ്. അത് ഉമാ തോമസ് അല്ല, ഏതൊരു മനുഷ്യജീവിയാണെങ്കിലും ജീവൻ വിലപ്പെട്ടതാണ്. 100% ജീവന് വിലയുള്ളതാണ്. നമ്മൾ ഇപ്പോൾ പല റോഡിലും കാനകൾ കാണാറുണ്ട്, സ്ലാബില്ലാത്തത്, കൈവേരില്ലാത്ത. അപ്പൊ ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് ആരാണ്? താങ്കൾ ഉത്തരവാദിത്വം താങ്കൾക്കാണ്, പക്ഷെ താങ്കൾ ആർക്കാണ്? ഞാൻ ബെന്നി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ, സാധാരണ പന്തൽ പണിക്കാരനാണ്. ഈ ഈ ചെയറുകളുടെ മേലെ സ്റ്റേജ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ റെഡിമെയ്ഡ് സിസ്റ്റം ഇടാൻ കഴിയില്ല. പലക വെച്ച് മറ്റേ അടിയിൽ കാലുകൾ കൊടുത്താൽ ചെയറിൻ്റെ ഗ്യാപ്പുകൾ, കാരണം ചെയർ കേട് വരാൻ പാടില്ല. അപ്പോൾ അതിൽ കൃത്യമായി വെച്ച് അതിൽ ഒരു ഏകദേശം 50 പേര് വരുന്ന ഡാൻസ് ടീം ഫുൾ റിഹേഴ്സൽ കഴിഞ്ഞതാണ് ആ സ്റ്റേജിന്മേൽ. 50 പേരും ഡാൻസ് കളിച്ച് ചാടി കളിച്ച്. കാരണം നിങ്ങൾ കാണാത്തൊരു വിഷ്വലുണ്ട് എന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഈ 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മുഴുവൻ റിഹേഴ്സൽ ആ സ്റ്റേജിൽ കഴിഞ്ഞതാണ്. ഈ പരിപാടി കഴിയുമ്പോൾ ഓരോരോ സെലിബ്രിറ്റി വെച്ചിട്ടുള്ള ഡാൻസുകൾ അതിലുണ്ട്. അപ്പോൾ ആ പെർഫോമൻസ് ഇത് കഴിഞ്ഞ് നടക്കേണ്ട അത്രയും വലുപ്പമുള്ളൊരു സ്റ്റേജ് ഉണ്ടാവും അവിടെ. അപ്പോൾ ആ സമയത്തെങ്കിലും ഇവരുടെ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ആരായിക്കോട്ടെ, GCD ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഈ GCD ചെയർമാൻ തന്നെ അവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയെഴുകാൻ പറ്റുമോ? അത് ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമല്ലുള്ളൂ. എൻ്റെ വീട്ടിൽ ആരോ വന്നിട്ട് എന്തോ ഇട്ടിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല, എന്നിട്ട് എന്നാൽ ഞാൻ വീട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ആ വീട്ടിലുണ്ട്, എന്നിട്ട് പറയുന്നു ആരോ വന്ന് സ്റ്റേജ് എന്തോ അവിടെ ഇത് കാണിച്ചു, അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പൊതുജനങ്ങൾക്കറിയാലോ. ഒരാളെടുത്തുനിന്ന് 3,500 രൂപ മേടിക്കുന്നു, ചിലയിടത്ത് 5,000 രൂപ മേടിക്കുന്നു, ചിലയിടത്ത് 10,000 രൂപ മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര കംപ്ലൈൻറ്റുകളാണ്. ഭയങ്കര തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾ പറയാനുള്ളത്? എനിക്ക് മനസ്സിലായ കാര്യം, വളരെ ജെനുവിനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ മൃദംഗവിഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്കതിൻ്റെ വേറെ വേർഡ്സ് ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നത് ആകെ അവർ നോക്കിയിട്ടുള്ളത്, ഞാൻ ഓൾറെഡി 3 ഗിന്നസ് അറ്റംപ്റ്റ് വിജയകരമായി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്. നേരത്തെ ഏതൊക്കെയായിരുന്നു? ഒരു ഏറ്റവും ലോങ്ങസ്റ്റ് കേക്ക്, അതായത് 5.25 കിലോമീറ്റർ നീളമുള്ള കേക്കാണ് എവിടെ? തൃശ്ശൂർ ചെയ്തത്. പിന്നെ ഏകദേശം 17,600 പേര് പങ്കെടുത്ത പാപ്പമാരുടെ ഒരു ഗാദറിംഗ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പമാർ, ബോണത്താലുമായി ബന്ധപ്പെട്ട് അതും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവാതിര കളക്ടർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ 3 പരിപാടിയാണ് നമ്മൾ. അതും തൃശ്ശൂരാണ്. അപ്പോൾ ആ 3 പരിപാടി, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംഘാടകൻ ആദ്യം നോക്കി എന്തായിരിക്കും, ഒരു മാസ് ക്രൗഡ് വരുന്നൊരു പരിപാടി ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു ഇവൻറ്റ് മാനേജറെ അവർ നോക്കി. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ നിങ്ങളെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് പ്രൈസ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ എന്നെ വിശ്വസിച്ച് വരുന്ന ഒരാളുടെ അടുത്ത് എനിക്കിതിൽ കച്ചവടമില്ല, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, നമുക്ക് ഒരു ട്രസ്റ്റ് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കൃത്യമായി നമ്മളോട് ഇതിൻ്റെ ലോഞ്ച് തൊട്ട് നമ്മൾ ഇവരുടെ കാര്യങ്ങൾ ചെയ്ത് ഇവൻറ്റ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയ കാര്യം, ഇവർ കൃത്യമായി 3,500 രൂപ ഇൻക്ലൂസീവ് GST ആണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ടീച്ചേഴ്സാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. അതിൽ ഇവർ പ്രത്യേകം പറഞ്ഞു, ഈ കുട്ടികൾ നേരിട്ട് വരുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ 4,500 രൂപ വേണമെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇൻഡിവിജ്വലായിട്ട് പാരൻസ് കുട്ടികളെ കൊണ്ടുവന്നാൽ ഈ പരിപാടി വളരെ സ്മൂത്തായിട്ട് നടക്കില്ല. കാരണം അത് ഓരോ ടീച്ചേഴ്സിൻ്റെ കീഴിൽ 50 മുതൽ 100 മുതൽ 200 പേര് വരെയുള്ള കുട്ടികൾ വരികയാണെങ്കിൽ ആ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കൃത്യമായി അവരെ പഠിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് അവരുടെ സ്ട്രാറ്റജി നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 12,500 പേരിൽ 140 കുട്ടികളാണ് ഇൻഡിവിജ്വലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നൃത്ത അധ്യാപകരുടെ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കാവുന്ന എന്താ വെച്ചാൽ, വളരെ ജെനുവിനായിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും. അതിൽ 1-2 ആളുകൾ ചിലപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ 3,500 എന്നുള്ളത് കൂട്ടി മേടിച്ചിട്ടുണ്ടാവും. ഈ 3,500-ൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ, GST കഴിഞ്ഞാൽ സംഘാടകർക്ക് കിട്ടുന്ന 2,900 രൂപ. ഈ 2,900 രൂപയിൽ
900 രൂപ ആ ടീച്ചർക്കുള്ള ദക്ഷിണയാണ്, ഈ കുട്ടീനെ പഠിപ്പിച്ച് കൊണ്ടുവരാനുള്ള ദക്ഷിണയാണ്. അത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് 2000 രൂപ. അതിലൊരു സാരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അവിടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. കല്യാൺ സിൽക്സ് പറഞ്ഞു അതിനെ അതെന്തുകൊണ്ടാ വെച്ചാൽ ഇവർ ഏത് കമ്മിറ്റിയും 2 സ്ലോട്ടായിട്ടാണ് പേയ്മെൻറ്റ് മേടിക്കുന്നത്. അതായത് 3600 രൂപ ആദ്യം 1900 രൂപയും പിന്നീട് 1600 രൂപ, അങ്ങനെ 2 ഗഡുമായിട്ട് മേടിക്കുന്നു. ഈ രണ്ടാമത്തെ ഗഡു കൊടുക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ പൈസ തന്നാലാണ് സാരി തരുള്ളൂ. അത് ഒരു ലാസ്റ്റത്തെ ക്രൈറ്റീരിയ ആണല്ലോ. രജിസ്റ്റർ ചെയ്യാൻ ഇത്ര രൂപ അടയ്ക്കുക, ഫൈനൽ നിങ്ങൾക്ക് സാരി തരാൻ വേണ്ടിയിട്ട് തരുന്ന സമയത്ത് നിങ്ങൾ ഈ പൈസ അടയ്ക്കണം, എന്നാലാണ് സാരി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വന്നു 1600 രൂപയുടെയാണ് സാരി എന്നാണ്. അതല്ല അതിൻ്റെ സത്യം. ടോട്ടൽ ഫീസിൽ ഫൈനൽ ഗഡു അടയ്ക്കാൻ 390 രൂപ. അതെ. അപ്പം നോക്കിയാൽ മതി, 2000 രൂപയാണ് അവർക്ക് കിട്ടുന്നത് ഈ ടീച്ചറുടെ ദക്ഷിണ കഴിഞ്ഞിട്ട്. അതിൽ 400 രൂപ ഇവർക്ക് പോയി, എന്താ പറയുക, സാരിക്ക് പോയി. പിന്നെ കിട്ടുന്ന 1600 രൂപയാണ് ഒരു കുട്ടിയുടെ. അതിൽ 24 ലക്ഷം രൂപ മറ്റേ ഗിന്നസുകാർക്ക് കൊടുക്കുന്നു, 10 ലക്ഷം രൂപ ഗ്രൗണ്ട് ബുക്ക് ചെയ്യാൻ കൊടുക്കുന്നു, ഈവൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ എടുക്കുന്നു. ബാക്കിയുള്ള അവർക്ക് ഏകദേശം മോർ ദാൻ 25 ലാക്സ് ലൈസൻസ്, പോലീസ്, എല്ലാ സംവിധാനവും ബാക്കിയുള്ളതൊക്കെ അവരാണ് നോക്കിയിരുന്നത്. അവർക്ക് മോർ ദാൻ 25 കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത്രയും കൊടുത്തിട്ടുണ്ട്. ഏകദേശം അത്ര തന്നെ പൈസ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയറും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് 10 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൂട്ടിയാൽ ഇതിൻ്റെ പൈസ ഏകദേശം എത്ര കോടി രൂപ ചിലവ് വരും? ഈ കുട്ടികൾക്കുള്ള റിഫ്രഷ്മെൻറ്റ്, ഈ പരിപാടിക്ക് ഈ ദിവ്യോണി തുടങ്ങിയിട്ടുള്ള സെലിബ്രിറ്റികൾക്കുള്ള റെമ്യൂണറേഷൻ, ഇവരാരും വെറുതെ വന്നവരില്ല. എന്താണ് അവസാനം വന്നത്? ദിവ്യോണി എല്ലാ പണവും മേടിച്ച് സ്ഥലം വിട്ടു എന്ന് പറയുന്ന ഒരു വലിയ ആരോപണം കൂടെ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അല്ല, ഒരു സെലിബ്രിറ്റിയാണ് കാശ് പിടിച്ചെങ്കിൽ, സെലിബ്രിറ്റിയുടെ കമ്പനിയിലേക്കാണ് കാശ് പിടിച്ചെങ്കിൽ ഓക്കെ. ഇത് സെലിബ്രിറ്റിയുടെ ആഗ്രഹം എന്താ? ആ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് ഗിന്നസ് കിട്ടില്ല. കിട്ടും ഇല്ല, 12,500 പേരുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. അതായത് ഇവരൊക്കെ വിട്ടിട്ട് എനിക്ക് ഗിന്നസ് കിട്ടാൻ കഴിവുള്ള, എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് കിട്ടാം. അതല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഗിന്നസ്. ആ കൂട്ടിപ്പിടിക്കുന്ന ഗിന്നസിൽ ഒരു ലീഡർ ആവാൻ ഒരു സെലിബ്രിറ്റിക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ, നോർമൽ ഒരു 10 ലക്ഷം മേടിക്കുന്ന സെലിബ്രിറ്റി ചിലപ്പോൾ 5 ലക്ഷം 2 ലക്ഷം മേടിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് റോളില്ല. അവരുടെയും മനസ്സിലെന്താ, ഒരു ഗിന്നസ് ഹോൾഡറാണ്, എനിക്ക് ബേസിക് റെമ്യൂണറേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെ ഒരു സെലിബ്രിറ്റി കുറേ നാളായിട്ട് മറന്നിരിക്കുന്ന സെലിബ്രിറ്റി ആണ് വീണ്ടും ഉയർത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും, മറ്റേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അവിടെയും ഈ ആൾക്ക് എന്ത് തെറ്റാണ് വരുന്നത്? നാളെ ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ ആരാണ് എന്ത് കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുക? അപ്പോൾ ആൾക്കാർ പറയും എന്തിനാണ് ഗിന്നസ്, ഇതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ്? പലർക്കും പല സ്വപ്നങ്ങളല്ലേ. ഒരു കുട്ടി ഒരു നൃത്തം പഠിച്ചിട്ട് ഒരു എന്താ പറയുക, അവരുടെ അരങ്ങേറ്റത്തിന് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ മിനിമം 50,000 രൂപയില്ല അതൊരു കുട്ടിക്ക് അരങ്ങേറ്റത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവിടെയാണ് 3,500 രൂപയ്ക്ക് ഒരു കുട്ടിക്ക് അവരുടെ ഡാൻസ് പെർഫോം ചെയ്തിട്ട് ഒരു ഗിന്നസ് കിട്ടുക എന്ന് പറയുന്നത്. അവരുടെ വീട്ടിലെടുത്ത് വയ്ക്കുന്ന ഒരു സന്തോഷമല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കലാമേളകളുടെ ആവശ്യമില്ലല്ലോ. കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ചിലവാക്കിയിട്ട് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്ത് അവർക്ക് സമ്മാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വരുന്നത് അവരവരുടെ കലയോ അവർ സ്നേഹിക്കുന്ന അവരുടെ പാഷനോ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇതിൽ താങ്കൾ എത്ര കാലമായി ഈ രംഗത്ത് വന്നിട്ട്? ഞാൻ ഏകദേശം 16 വർഷം ആയി ഇവൻ്റ് ഇൻഡസ്ട്രിയിൽ. എന്താ പറയുക, നമ്മൾ എത്ര സ്റ്റേജ് പ്രോഗ്രാം, ഈവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ എന്തായാലും 10,000-2000 മേലെ 2000 പ്രോഗ്രാം. കേരളത്തിലും ഞാൻ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്ത് ചെയ്തിട്ടുണ്ട്, ദുബായിൽ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള രാജ്യങ്ങളിലും കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്? അതേ പറഞ്ഞത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾ നിസ്സഹായരാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ഇവിടുന്ന് ഒരു ഡിഗ്രി കോളേജ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നൊരു കുട്ടി, ഒരു വിസിറ്റിംഗ് കാർഡ് പിടിച്ച് ഇറങ്ങി വരുന്നൊരു കുട്ടിയും ഇന്ന് ഇവൻറ്റ് മാനേജറാണ്. അവർക്ക് GST രജിസ്ട്രേഷൻ പോലും ഇല്ല. ഇപ്പം നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഫേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മൾ 12% GST ഉള്ള കൊട്ടേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയും ഞങ്ങൾക്ക് അതിനൊക്കെ കുറവിൽ GST ഇല്ലാത്ത കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അവിടുന്ന് തൊട്ടാണ് ഈ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മത്സരമാണ് എൻ്റെ ഉള്ളിൽ. ഈ മത്സരിക്കുന്നത് എവിടേക്കായിരിക്കും പോവുക? ക്വാളിറ്റിയിലേക്കാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ക്ലയൻറ്റ് പറയുന്നിടത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചെയ്യുന്നതിൽ വേറെ ആളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊരു ഗൈഡ് ലൈൻ നിർബന്ധമായിട്ടും വരണം എന്നുള്ളതാണ്
അത് ഗവൺമെൻറ് തലത്തിൽ എല്ലാ ഗവൺമെൻറ് തലത്തിൽ, കോർപ്പറേഷൻ തലത്തിൽ ഇതൊരു ഈ ഇങ്ങനെ ഒരു സംഭവത്തിൽ തുടർന്ന് ഇനി മേലിൽ അത്ര സംഭവിക്കാതിരിക്കാൻ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെ ഗവൺമെൻറ് പുറപ്പെടുവിക്കണം. ഇതില്ലെങ്കിൽ നമ്മൾ തൽക്കാലം ചെയ്യുന്ന എന്താ പറയുക, ഓട്ടടയ്ക്കുന്ന പോലത്തെ ഒരു സംവിധാനമായിട്ട് ഇതിനിപ്പോൾ ഓക്കെ ഞങ്ങളുടെ പേരിൽ കുറച്ച് പേരുടെ പേരിൽ കേസ് എടുത്ത് കോടതിയിൽ ചെല്ലുന്നു. കോടതിയിൽ ചെല്ലുമ്പോൾ ശിക്ഷിക്കാതിരിക്കാം. എന്തായാലും ആ അമ്മയ്ക്ക് പറ്റിയിട്ടുള്ള അപകടം അത് ഞങ്ങൾക്ക് ആരെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ ആ വിഷമത്തിൽ നമുക്ക് പങ്കുചേരണം. ആർക്കും അപകടം പറ്റിയ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് മൊത്തം. ഇപ്പം ഞങ്ങൾ ആ പരിപാടിയിൽ എൻ്റെ ഭാഗത്ത് എടുത്തിട്ടുള്ള 2 കാര്യങ്ങളാണ് പെർമിഷൻ. ഒന്ന്, ആ പരിപാടിക്കുള്ള ഇൻഷുറൻസ്. കാരണം ഇത്തരം പെർമിഷൻ എല്ലാം എടുത്തിട്ടുണ്ട്. അതായത് GCDയുടെ ഗ്രൗണ്ട് GCDയെ കാശടിക്കാണ്ട്. പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം വന്ന ഈ GCD ഗ്രൗണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അത് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാധീനത്തിന് ഫലമായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കിയത് ഇവരവിടെ പോയി ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാവും ഒരു ഗ്രൗണ്ടിലേക്ക് ചെരുപ്പിടാതെ കുട്ടികൾ വരിക എന്ന് പറയുന്നൊരു കാര്യം അവതരിപ്പിക്കുന്നത്. ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ട് ഗ്രൗണ്ട് കേടാവരുത് എന്നുള്ളതാണല്ലോ അവരുടെ കൺസേൺ ആദ്യം. അപ്പോൾ അതുമാത്രമല്ല, ഇതൊരു കേരളത്തിലത്തെ ഒരു പുറത്തേക്ക് ഇത്രയും ഗിന്നസിലേക്ക് പോകുന്നൊരു പരിപാടി. അപ്പോൾ ഇത് അവർ കൃത്യമായി അവർ കൺവേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി കുട്ടികൾ ചെരുപ്പില്ലാണ്ട് വന്ന് പെർഫോം ചെയ്യുന്നൊരു വെന്യൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മൈലേജ് GCDക്ക് കിട്ടാം, ഗിന്നസിൻ്റെ ഭാഗമാവും. ചോദിച്ചതല്ല. അപ്പോൾ അതാ ഞാൻ പറയാം, ആ കാര്യം വേറെ ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു മ്യൂസിക്കൽ പരിപാടിക്കാണ് കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ കോൺട്രവേഴ്സിക്ക് സ്കോപ്പ് ഉണ്ട്. ഇവിടെ അതല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് അനുവദിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നോംസ് ആൻഡ് റെഗുലേഷൻ എതിരാണ് എന്നാണ് അവരുടെ നോംസ് ആൻഡ് റെഗുലേഷൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് അങ്ങനെ എതിരാണെങ്കിൽ ഒരിക്കലും അത് പെർമിറ്റ് ചെയ്യില്ലല്ലോ. അത് സ്വാധീനത്തിന് ഫലമായിട്ട് അങ്ങനെ സ്വാധീനമുള്ള ആയിരുന്നെങ്കിൽ അവരിന്ന് ഇതിൽ പ്രതിയാവില്ലല്ലോ. ഇത്രയും സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ അവർ മാറ്റി പറയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും പവർഫുള്ളാണ് ആ ലീഡർഷിപ്പ് എങ്കിൽ ഈ പറയുന്ന GCDയെ അവർക്കൊന്നും തലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഉത്തരവാദിത്തം ഈ നടത്തിപ്പുകാർക്ക് തലയിലിടുക എന്നുള്ളതാണല്ലോ അവർ ചെയ്യുന്നത്. പവർഫുൾ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പറച്ചിലിൻ്റെ ലെവൽ മാറും. ഇത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്ത് അവരുടെ നിസ്സഹായതയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഉമാ തോമസ് വീണപ്പോൾ ഒരു കുട്ടി പോലും മുകളിൽ നിന്ന് ഓടി വന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. പകരം താഴെ ഒരു പത്രപ്രവർത്തകയും അതേപോലെ 4 സെക്യൂരിറ്റിക്കാർ, ഇത് സ്റ്റേഡിയം സെക്യൂരിറ്റിക്കാരും കൂടിയാണ് അവരെ എടുത്തുകൊണ്ടുപോയത് എന്ന് പറയുന്ന വലിയ ഗുരുതരമായൊരു ആരോപണം കൂടിയുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? അതിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, നമ്മുടെ ക്യാമറാമാനൊക്കെയാണ് താഴത്ത് നിൽക്കുന്നത്. അവിടെ കൃത്യമായി ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് കൃത്യമായി നമ്മുടെ ഇവൻ്റെ ക്രൂ ഉണ്ട്, ഞങ്ങൾ വോക്കി ടോക്കി ഉണ്ട്, ഞങ്ങൾ ചോദിക്കട്ടെ. അപ്പോൾ അവർ തന്നെയാണ് എടുക്കുന്നത്. ഈ സിറ്റുവേഷൻ 2 സിനാരിയോ നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ നിൽക്കുന്ന ക്രൗഡ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊരു ക്രൗഡല്ല. എന്ന് പറഞ്ഞാൽ 25,000 പേരും 12,500 കുട്ടികളും നിൽക്കുന്ന ക്രൗഡ്. അവർ പാനിക്കായാൽ അപ്പോൾ അവർ വന്ന് എന്നോട് ചോദിച്ചു, ഇത് MC അടക്കം നമുക്കിത് അനൗൺസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദയവ് ചെയ്ത് ഇപ്പം അനൗൺസ് ചെയ്യരുത്. അനൗൺസ് ചെയ്താൽ കുട്ടികൾ തുടങ്ങിയിട്ടില്ല, പാരൻസ് പാനിക്കാവും. അല്ല, അനൗൺസ് ചെയ്യാന്നുള്ളതല്ല. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ പോകേണ്ടത് എന്താണെന്നുള്ളത് അറിയുകയും എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി ഇവരവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ മുമ്പിലേക്ക് ആംബുലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യാതെ അവിടെ എത്തില്ല. ഈ പറയുന്ന സ്റ്റേജിൽ നിൽക്കുന്നവർ മാത്രമല്ല. എത്ര സമയം കൊണ്ട് ആംബുലൻസ് വന്നിട്ടുണ്ട്? വിത്തിൻ നോ ടൈം. എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടുന്ന് എടുത്തിട്ട് അവിടേക്ക് എത്തുന്ന ആ എടുത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാത്രമാണ്. ഒരു സ്ട്രക്ചർ പോലും ഇല്ലാതെയാണ്. അത് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാഷ്വാലിറ്റി എവിടെയാണ് കാണുന്നത്? ഞങ്ങളുടെ മനസ്സിലുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളുടെ സുരക്ഷാ സന്നാഹങ്ങളെല്ലാം അവിടെ എപ്പോഴും വേണ്ടേ? അതെ, നമ്മുടെ കാഷ്വാലിറ്റി ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 2 ആംബുലൻസും പുറത്താണ്. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ ആംബുലൻസ് കിടക്കുന്നത്. ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുഞ്ഞു കുട്ടികളോ ആരെങ്കിലും തലയിറങ്ങി വീഴും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള അസ്യൂം. അതായത് കുറേ നേരം നിൽക്കുകയും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുന്നൊരു കുട്ടി ചിലപ്പോൾ തലയിറങ്ങി വീഴാം, BP കൂടിയിട്ടോ എന്തെങ്കിലും സംതിങ്. ഇതാണ് ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുള്ളത് തന്നെ, വൈഡ് വെച്ചിട്ടുള്ളത്, എന്തെങ്കിലും പറ്റിയാൽ ഇന്ന സ്ഥലത്ത് കാഷ്വാലിറ്റി ഉണ്ട്, അവിടെ നിന്ന് ആളെ പിക്ക് ചെയ്യണം, ടീച്ചേഴ്സ് ഉണ്ട്, അവർക്ക് വാക്ക് ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്.
ഒരിക്കലും ഇവിടെ ഒരു കാഷ്വാലിറ്റി നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, എല്ലാ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഏത് പ്രോഗ്രാമിനും ഒരു ഒരു അവിടെ വിങ് ഇത്തരത്തിലുള്ള ഡോക്ടർമാരും അടങ്ങുന്ന ഒരു വിങ് ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു സംഭവം കണ്ടില്ല. തീർച്ചയായിട്ടും അവിടെ ആംബുലൻസ് വിത്ത് ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. അവരാരും ഇതിനെ ഇവിടെ ഓടി വന്നതേ കണ്ടില്ല. ഇതിലെന്താ വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോട്ടിലൊരു ആക്സിഡൻ്റ് ആയി നമ്മളെല്ലാവരോടും പറയും നിങ്ങൾ ആരും എടുക്കരുതെന്ന്. ആംബുലൻസ് വന്ന് സ്ട്രക്ചറിൽ കെട്ടണം എന്ന് പറയും. ആംബുലൻസ് വന്ന് കിടന്നാൽ പോലും നമ്മുടെ ആൾക്കാർ എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെക്കുന്ന സിസ്റ്റം, അത് നമ്മുടെ ആളുകൾ കുറേയും കൂടി അതിൽ ഹെൽപ്പിംഗ് മൈൻഡുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. കുറേ രാജ്യങ്ങളിൽ അതില്ല, ഒരാളും തൊടില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും അവർ തന്നെ സന്തുഷ്ടത്തിന് എടുക്കുന്നത്. അവിടെ ഒരു എന്താ പറയുക സ്ട്രക്ചർ വരാൻ പോലും അവർ വെയിറ്റ് ചെയ്യാഞ്ഞത് അവരുടെ സ്വന്തമാണ് എന്ന് കരുതിയിട്ടാണ്. എൻ്റെ ചോദ്യം, മുകളിൽ ഇരുന്ന ആൾക്കാർ ഒരാൾ പോലും താഴേക്ക് നോക്കി നിൽക്കല്ലാതെ അല്ല ഓടി താഴേക്ക് വന്ന എന്താ പറ്റിയെച്ചാൽ ഈ സ്റ്റേജിൽ മന്ത്രി നമ്മുടെ സജി ചെറിയാൻ നോക്കി നിന്നു. അല്ല MP അവിടെ തിരിഞ്ഞു നോക്കിയില്ല. എന്തിനാ? ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, ADGP, എൻ്റെ സുഹൃത്തൊക്കെയാണ്, ADGP അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം താഴേക്ക് ഇറങ്ങിയില്ല. ഓടി വന്ന് ഇവരെ കൊണ്ടുപോയാൽ പ്രശ്നമില്ല, കൊണ്ടുപോയി യാതൊന്നും പറ്റിയില്ല. ആ ഒരു നിമിഷത്തെ ഓടി വന്ന് സംരക്ഷിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെയല്ലേ അവിടെയുള്ള ആൾക്കാർ ഇരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആളല്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആ സ്റ്റേജിൻ്റെ MC-യുടെ അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ക്യൂ മാനേജർ ആരെ തട്ടിട്ടു. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരിക്കലും ഒരാൾ അങ്ങോട്ട് പോയിന്നല്ല നമ്മൾ കാണുന്നത്. എന്താ അവിടെ ഇരിക്കുന്ന ക്യൂ മാനേജർ വീഴുന്ന ശബ്ദമാണ്. സ്വാഭാവികമായിട്ട് ആരെങ്കിലും പിടിച്ച് തട്ടിയപ്പോൾ ക്യൂ മാനേജർ താഴേക്ക് വീണു എന്നാണ് ആദ്യം ഞാൻ മനസ്സിലാക്കണേ. ഇതും കഴിഞ്ഞിട്ട് പിന്നെ വോക്കി ടോക്കിയിൽ നമ്മുടെ ക്യാമറമാൻ പറയുമ്പോഴാണ് ആളാ വീണെന്നുള്ളത് മനസ്സിലാവണത്. ഈ മന്ത്രിമാരൊക്കെ വന്നതെന്ന് താങ്കൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിൽ കേട്ടത്. അത് എത്രമാത്രം ശരിയാണ്? പിന്നെ താങ്കൾ അറിയാതെ എങ്ങനെയാണ് ഈ പ്രോഗ്രാമൊക്കെ ഇതൊക്കെ എല്ലാം സംവിധാനത്തിന് ഒരുക്കുന്ന? കാരണം ഈ ഇവന്റ് മാനേജർക്ക് ഒരു പ്രോഗ്രാമിലും ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ആർട്ടിസ്റ്റാണോ അല്ലെങ്കിൽ ഏത് സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ ഏത് വിശിഷ്ട വ്യക്തിയാണോ എന്ന് തീരുമാനിക്കുന്ന സംഘാടകരല്ലേ. അവിടേക്ക് ഇവന്റ് മാനേജർക്ക് എന്ത് റോളല്ല? ഓക്കെ, ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണെങ്കിൽ നമുക്കറിയാം അവർ അവസാന നിമിഷം കൊണ്ടുവരുന്നൊരു ക്യൂ ഉണ്ടെങ്കിൽ ഇന്ന ആളുകളുണ്ട്, അവർ ഇന്ന ഓർഡറിൽ വിളിക്കണം, അവർക്ക് ഇന്ന അപ്രിസിയേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് മെമൻറ്റോ കൊടുക്കണം, അവരെ കൊണ്ട് ഇന്ന കാര്യം ചെയ്യിക്കണം എന്ന് പറയുന്നത് ആരാണ്? സംഘാടകരാണ്. അതാരായിക്കോട്ടെ. അത് മൃദംഗ വിഷൻ. അപ്പോൾ മൃദംഗ വിഷനിലേക്കും എന്താ വെച്ചാൽ അവരെ സഹായിക്കാൻ നിൽക്കുന്ന പല ആളുകളുണ്ട്. ഇവർക്കും 100% ഉറപ്പില്ല ആരൊക്കെ വരുന്നത്. എല്ലാവരും കൂടെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അന്ന് കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് അന്ന് കാലത്താണ് പലരും ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ടുള്ള കൺഫർമേഷൻ അവരോട് പറയുന്നത്. കാരണം ഇതൊക്കെ പോയി ക്ഷണിച്ചാലും എന്തുണ്ടാവും, മാറ്റർ ഓഫ് പ്രയോറിറ്റിയാണ്. ഓക്കെ, ആ പരിപാടിക്ക് പകരം ഈ പരിപാടിക്ക് പോകാം, അല്ലെങ്കിൽ ആ പരിപാടി നീട്ടി വെച്ചപ്പോൾ ഈ പരിപാടിക്ക് പോകാമെന്നൊക്കെ ചിന്തിക്കുന്നത് പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹയർ ആരായിക്കോട്ടെ അവർ തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും പലപ്പോഴും. അല്ലെങ്കിൽ അത്രയും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് അവരോട് ഉണ്ടാവാം. ഓക്കെ, എല്ലാ പരിപാടിയും മാറ്റിവെച്ചും മൃദംഗാവിഷന് വരണമെങ്കിൽ അത്രയും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. അത്രയും വലിയ കമ്മിറ്റ്മെൻറ്റ് ഉള്ള ആളുകളല്ല. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടു, പല ചാനലിലും കാണിച്ചു, ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള റൂമിലാണ് ഇവരുടെ ഇത്രയും വലിയ പരിപാടി നടത്തിയവരുടെ ഓഫീസ് എന്ന് പറയുന്നത്. എന്ത് തെറ്റുള്ള ഒരു എൻ്റർപ്രണർ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നൊരു പ്രസ്ഥാനം, അവർ ആദ്യത്തെ പരിപാടി തന്നെ ഭീകരമായി കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ ചിലവാക്കിയിട്ട് ഓഫീസ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അവർ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടി. ഈ പറയുന്ന 12,500 പേര് നർത്തകിമാരെ കംപ്ലീറ്റ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണല്ലോ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ആരാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്? അത് ഇവർ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സിനും വിളിച്ചു. ഈ ഇതുപോലത്തെ നമ്മൾ വഴിയാണോ അവർ സംഘടിപ്പിച്ച ആൾക്കാരെ ഇവിടെ എത്തിക്കുമ്പോഴാണ് നമുക്കതിലൊന്നും റോളില്ല. അതായത് ഇവരെ ഇവിടുന്ന ടീച്ചർ ഒരാളോടും ഒരു കുട്ടിയുടെ പേര് പോലും എനിക്കറിയില്ല, ഒരു ടീച്ചറുടെ പേര് പോലും എനിക്കറിയില്ല. എനിക്ക് അറിയുന്നത് ഈ മൃദംഗ വിഷൻ്റെ സംഘാടകരെ മാത്രമാണ് എനിക്കറിയുന്നത്. അതിൻ്റെ വിട്ടിട്ടുള്ള ഒരാളും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, അറിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കും ഇല്ല. ഇപ്പോൾ താങ്കൾ പോലീസ് കസ്റ്റഡിയിലും അതേപോലെ ദയാ ഹോസ്പിറ്റലുമാണ് കഴിയുന്നത്, ട്രീറ്റ്മെൻറ്റിലാണ്. എന്താണ് താങ്കളുടെ അസുഖം? എനിക്ക് ആക്ച്വലി എന്തുണ്ടായി വെച്ചാൽ ഞാൻ ദയാ ഹോസ്പിറ്റൽ തൃശ്ശൂരാണ്. ആക്ച്വലി എന്തുണ്ടായി വെച്ചാൽ ഞാനൊരു മുൻകൂറിന് കൊടുത്തിരുന്നത്. മുൻകൂർ കൊടുക്കാൻ കാരണം തന്നെ ഞാൻ തൃശ്ശൂർ ഒരു ന്യൂ ഇയർ പരിപാടി കമ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞാൽ ന്യൂ ഇയർ പ്രോഗ്രാം ഞാൻ ഏറ്റെടുത്തൊരു പരിപാടി ഫുൾഫിൽ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ മുൻകൂറിന് പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം നോക്കിയിട്ടല്ല ഓടുന്നത്.
പരിപാടി എങ്ങനെയാണ് നടക്കുക, ആ പരിപാടി കഴിയുന്നു, ഇവിടെ ഓടി വരുന്നു. ഇവിടെ 4 ദിവസമാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ, പെർമിഷനുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫുൾ ഓട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടല്ലല്ലോ ഓടുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, ന്യൂ ഇയർ പരിപാടി കഴിഞ്ഞ് സക്സസ്, നമ്മൾ ഹാപ്പിയായി. പിറ്റേ ദിവസം എന്തായാലും സ്റ്റേഷനിലേക്ക് പോകാൻ വില്ലിങ്ങായി നിൽക്കുന്നു. പുലർച്ചെ എണിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി കിഡ്നി സ്റ്റോൺ ഉള്ളൊരാളാണ്. അപ്പോൾ വേദന വന്നപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നൊരു ഗുളിക കഴിച്ചു. അപ്പോഴും വേദന നിന്നില്ല. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് സാധാരണ പോവുക, ഒരു ഇഞ്ചക്ഷൻ അടിക്കുക, അതാണ് പതിവ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് സ്കാൻ ചെയ്തോ, കല്ലിൻ്റെ പൊസിഷൻ നോക്കാമെന്ന്. അപ്പോൾ ഞാൻ വക്കീലിനെ വിളിച്ചു, വക്കീൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ വക്കീൽ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജനീഷ് ഇപ്പോൾ ഇവിടെ വരണ്ട, കാരണം വന്നാൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാവും കോടതിയിൽ ഹാജരാക്കുക. അപ്പോൾ ആ പെയിൻ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും. എന്താ പെയിൻ എന്ന് അറിഞ്ഞ് റിലാക്സ് നമുക്ക് കോടതിയിൽ കൊടുക്കാം. കോടതിയിൽ ഇൻഫർമേഷൻ കൊടുത്തു, നമ്മൾ ഇവിടുന്ന് മെയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു. ഇപ്പോൾ എന്ന് വെച്ചാൽ മസിൽസിൻ്റെ നീർക്കെട്ട് മസിൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഫിസിയോതെറാപ്പി നടക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്ലാതെ ഒന്നിന്ന് ഒളിച്ചോടാനല്ല, ഒന്നിന്ന് ഒളിച്ചോടലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറ്, അങ്ങനെയല്ല എന്നാണ് താങ്കൾ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒളിച്ചോടാനായിരുന്നെങ്കിൽ ഇവിടെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് ഇവിടെ വന്ന് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യ, അതൊരു നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു കാറ് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞാൻ. വണ്ടി നാളെ തട്ടിക്കൂടായില്ല, എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ. താങ്കളുടെ പേരിൽ മുമ്പ് ഇതേപോലെ എന്തെങ്കിലും കേസുകളൊന്നും ഇത്രയും വർഷമായിട്ട് എൻ്റെ പേരിൽ ഈവൻറ്റുമായി ബന്ധപ്പെട്ടൊരു ഒരു കേസും എൻ്റെ പേരിലില്ല. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്? 16 വർഷം. 16 വർഷത്തിനുള്ള ഒരു കേസ് ഉണ്ടായി. 2000-ൽ മേലെ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള താങ്കൾക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതായത് ഉമാ തോമസിനെ പോലെയുള്ള ഒരു പാവം ഭയങ്കര വിഷമമുണ്ട്. കാരണം പ്രത്യേകിച്ചും അങ്ങനത്തെ ഒരു വനിത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മാഡമാണ്. കാരണം എല്ലാവരോടും ഇപ്പോൾ ഞാൻ നേരിട്ട് പരിചയമില്ല മാഡത്തിന്. മൃദംഗവേഷൻ്റെ ആൾ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ മാഡം അവിടെ ഇരിക്കാൻ പറയുന്നു, ചായ കൊടുക്കുന്നു. ഒരു MLA ആയിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്തത് വളരെ ഒരു സഹോദരിയെ പോലെയോ അല്ലെങ്കിൽ ഒരു വളരെ ഫ്രണ്ടായിട്ടുള്ള രീതിയിൽ ബിഹേവ്. അവർക്ക് വന്നു എന്നുള്ളത്, പക്ഷെ അവർക്കെന്നല്ല, ആർക്ക് സംഭവിച്ചാൽ അവിടെ ഒരു ഇത് തന്നെ തിരിച്ചൊരു ചെറിയ കുട്ടിക്ക് സംഭവിക്കുന്നെങ്കിലും എന്താ പറയുക, അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ കുഞ്ഞു കുട്ടിക്ക് പറ്റിയാലും എന്തായാലും ഒരു കാര്യമുള്ളത്, വേറെ ഒരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ പ്ലാൻ ചെയ്തതോ സംഘാടകരോ ചെയ്തതിൽ വലിയ പാളിച്ചുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ 100% 1% എവിടെയെങ്കിലും തകരാറ് വന്നാൽ അതാണ് ഹൈലൈറ്റ്. അങ്ങനെയാണ് ഇവിടെ താങ്കളും കുടുങ്ങിയിരിക്കുന്നത്. ഓക്കെ, താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് അല്ലാതെ പറയാനുള്ളത്? കാരണം ഇപ്പോൾ താങ്കൾ സമൂഹത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. കുറ്റം ചെയ്തു തെളിഞ്ഞിട്ടുള്ള ആളല്ല, അക്യൂസ്ഡാണ്. എന്താണ് താങ്കൾ വിഷമം എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഈ പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ പോലീസ് 2 ഇവരെ കാവൽ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തോ ഒളിച്ചോടി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഫേസ് ചെയ്യാൻ തയ്യാറില്ലാത്തൊരു കണ്ടീഷനിലാണ് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോകാനോ ഒന്നും എനിക്ക് എന്താ പറയുക മടിയുമില്ല, പേടിയൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ പോയാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നുന്നൊരു പേടി ഉണ്ടാവുമല്ലോ നമ്മുടെ സ്വന്തം ശരീരത്തിനോട്. അതല്ലാതെ ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നില്ല. അല്ലെങ്കിൽ എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ആ മാഡത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം ഇതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു ജോലി പോകുക എന്നുള്ളതോ മറ്റുള്ളവരുടെ മേത്തേക്ക് ബ്ലെയിം ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതും അതല്ല. പക്ഷേ ഇനി ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഉണ്ടാവേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അത് കൃത്യമായി പ്രിക്കോഷൻസ് എടുക്കണം. അത് കൃത്യമായി കോർപ്പറേഷനായിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ ആളുകളെ പഠിപ്പിക്കണം. ഇന്ന കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. ഈവൺ ഒരു എന്താ പറയുക ഫയർ ഉണ്ടായാൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ സ്റ്റേജിൻ്റെ അടുത്ത് വെക്കണം അടക്കമുള്ള ആൾ. ഇതൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് കൃത്യമായി നമ്മൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് ഫീസ് അടയ്ക്കുന്നത്. അപ്പോൾ അത്തരം സൗകര്യങ്ങളും കാര്യങ്ങളും, കാരണം നാളെ ഫയർ ഉണ്ടായാൽ അപ്പോൾ ഫയറിൻ്റെ ആളുകൾക്ക് കുറ്റുന്നു. അതല്ലാതെ ഇതിനൊരു ക്രൈറ്റീരിയ കൃത്യമായി ഇന്ന കാര്യങ്ങൾ മാൻഡേറ്ററി ആണെന്നു ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പൂർണ്ണമായി ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജേഴ്സിനെ സർട്ടിഫൈ ചെയ്യുന്ന ഇവൻറ്റ് മാനേജർക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്ന രീതിയിൽ നിയമത്തിനെ കൊണ്ടുവന്നാൽ ആ ഇവൻറ്റ് മാനേജർ കൃത്യമായി പാലിക്കും.
അപ്പോൾ അവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ ആൾ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയുന്ന പോലത്തെ അത് മാറി ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു CA-കാരൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയണ പോലെ കണക്കുണ്ടാക്കില്ലല്ലോ. അവർ പറയുമല്ലോ കൃത്യമായി ഇന്ന കാര്യങ്ങൾ പാലിച്ചാലേ ഞങ്ങൾ ഒപ്പിടുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു നിയമ സംവിധാനം ഇതിൽ വരണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. എന്തായാലും കേരളത്തിന് അഭിമാനമാകേണ്ടിയിരുന്ന 12,500ഓളം നർത്തകികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഗിന്നസ് റെക്കോർഡ് ഭേദിച്ച ഈ ചടങ്ങ് ഇങ്ങനെ ദുരന്തമായത് ഒരു നിർഭാഗ്യകരമായ കാര്യമായിട്ട് മാത്രം നമുക്ക് കാണാം. എന്തായാലും ഇതിൽ ഏറ്റവും ദുഃഖിതനായ ഒരാളാണ് ജനീഷ് എന്ന് നമുക്ക് തീർത്ത് പറയാം. നന്ദി, നമസ്കാരം.